കൊല്ലത്ത് യുവ അഭിഭാഷകയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ മുതിർന്ന CPIM നേതാവ് അഡ്വക്കേറ്റ് ഇ ഷാനവാസ് ഖാനെ അറസ്റ്റ് ചെയ്യാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. തെളിവെടുപ്പിന് പ്രതിയുടെ വീട്ടിലെത്തിച്ച പരാതിക്കാരിക്കൊപ്പം ഉണ്ടായ ഭർത്താവിനെതിരെ പോലീസ് കേസെടുത്തു. കേസിൽ ഉൾപ്പെട്ട ഷാനവാസ് ഖാനെ കൊല്ലം ബാർ അസോസിയേഷനിൽ നിന്ന് സസ്പെൻഡും ചെയ്തു. മുതിർന്ന CPIM നേതാവും ബാർ കൗൺസിൽ മുൻ ചെയർമാനുമായ അഡ്വക്കേറ്റ് ഇ ഷാനവാസ് ഖാൻ പ്രതിയായ കേസിൽ പോലീസ് ഒത്തുകളിക്കുന്നു എന്നാണ് പരാതി. കഴിഞ്ഞ 16-നാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. ഷാനവാസ് ഖാന്റെ വീട്ടിലെത്തിയ യുവ അഭിഭാഷകയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി. സംഭവത്തിൽ ഷാനവാസ് ഖാൻ മാപ്പ് പറയുന്ന ഓഡിയോ ക്ലിപ്പും പുറത്തായിരുന്നു. എന്നെ കെട്ടിപ്പിടിച്ചത് മോശമായിട്ട് പെരുമാറിയതല്ലേ? യുവതിയുടെ പരാതിയിൽ കേസെടുത്ത വെസ്റ്റ് പോലീസ് തെളിവെടുപ്പിന് വേണ്ടി പരാതിക്കാരിയെ ഷാനവാസ് ഖാന്റെ വീട്ടിലെത്തിച്ചു. ഇവിടെ വെച്ച ഷാനവാസ് ഖാന്റെ മകൻ പ്രതിയോടും കൂടെയുള്ളവരോടും തട്ടിക്കയറി. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. എന്നാൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് പരാതിക്കാരിയുടെ ഭർത്താവിനെതിരെ. കൊല്ലം ജില്ലയിലെ മുതിർന്ന CPIM നേതാവും CPIM കേസുകൾ വാദിക്കുന്ന വക്കീലുമായ ഇ ഷാനവാസ് ഖാന്റെ സ്വാധീനം കാരണമാണ് അറസ്റ്റ് വൈകുന്നതെന്നാണ് ആരോപണം. അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധിച്ച വിവിധ സംഘടനകൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഇന്നലെ വൈകിട്ട് യുവമോർച്ച നടത്തിയ മാർച്ച് BJP ജില്ലാ പ്രസിഡന്റ് BB ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു സഹോദരി, ഒരു സ്ത്രീ അവരെ പീഡിപ്പിച്ചതിനെ സംബന്ധിച്ച് ഒരു കേസ് കൊടുത്താൽ നിമിഷങ്ങൾക്കും FIR ഇട്ട് അതിന്റെ പ്രാഥമിക അന്വേഷണം തുടങ്ങേണ്ട ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ കാണിച്ച ഒരു മൗനമുണ്ട്. അത് ആർക്കു വേണ്ടി, ആരുടെ താല്പര്യം സംരക്ഷിക്കുവാൻ വേണ്ടി? പ്രതിയായ ഷാനവാസ് ഖാൻ ഇപ്പോഴും ഒളിവിലാണ്. കൊല്ലത്തെ ബാർ അസോസിയേഷനിൽ നിന്ന് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. കൊല്ലത്തെ ഭൂരിഭാഗം അഭിഭാഷകരും പ്രതിയായ ഷാനവാസ് ഖാൻ ഒപ്പമാണ്. അഭിഭാഷകരുടെ വനിതാ സംഘടനകളൊന്നും ഇരയ്ക്കൊപ്പം നിന്നില്ല. റിപ്പോർട്ടർ, കൊല്ലം.